ഉച്ചക്ക് നമ്മുടെ തമ്പുവിൻ്റെ ഉണ്ടോണത്തിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണ വിശേഷമാണ് കേട്ടോ. നമുക്ക് തിരുവോണം ഉത്രാടത്തിന് തലേദിവസം തന്നെ തുടങ്ങി. കാരണം ഉത്രാടത്തിനായിരുന്നു അവന് ഊണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് അവന് ഊണ് കൊടുക്കുന്നത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ തുമ്പയൊക്കെ പറിച്ചു വെച്ചു. പിന്നെ അച്ഛനാണെങ്കിൽ ഇവിടെ തോരണത്തിനുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്യാണ്. കിച്ചാമനാണെങ്കിൽ തട്ടിനുള്ള സാധനങ്ങൾ പൂവ് കിള്ളുക, പൂ പറിക്കുക, അങ്ങനെ എല്ലാവരും കൂടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെറിയൊരു തട്ടൊക്കെ ഇട്ട് ഇങ്ങനെ തോരണമൊക്കെ തൂക്കി നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇടുന്നത്. പിന്നെ എനിക്ക് പൂക്കളം വലിയ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് വട്ടമാണ് ഞാൻ എപ്പോഴും ഇടുക. പിന്നെ കിച്ചാൻ വന്നിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തന്ന് പിന്നെ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി രാവിലെ ഇപ്പോൾ കുളിച്ചൊരുങ്ങി ഇതേ നമ്മൾ മാവേലിനെ വരവേൽക്കാൻ പോവാണ്ട്. നമ്മൾ വരവേൽക്കണം എന്ന് പറയണത് നിങ്ങളുടെ അവിടെ എന്താ പറയണത് എന്നുള്ള കമൻറ്റിൽ പറയാട്ടോ. അങ്ങനെ നമ്മൾ ഇതേ വരവേറ്റ് കഴിഞ്ഞ് നമ്മൾ ആറാപ്പോന്ന് പറയുമ്പോൾ തമ്പു എന്തോ പാട്ടാന്ന് വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ മാവേലിനെ വരവേറ്റ ഒരു രംഗം. അതിന് നമ്മളൊരു അഞ്ചരല്ല ഒരു 6:30 ആയപ്പോഴേക്കും നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള മാന്താറ്റ് അമ്പലത്തിൽ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞികൃഷ്ണൻ്റെ അമ്പലമാണ്, നല്ല രസം അവിടെ പോകാനായിട്ട്. പിന്നെ അമ്പലത്തിൽ പോയ ഒരു മസാല ദോശ കഴിക്കാണ്ട് എങ്ങനെയാണ് ഒരു മലയാളി ആവുന്നത്, അതും പ്രത്യേകിച്ച് ഓണത്തിന്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ശരവണ ഭവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശരവണ ഭവനിൽ പോയി ദോശയും നല്ല ഫിൽറ്റർ കോപ്പിയൊക്കെ കുടിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്ന് പിന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കത്തെ സദ്യയും കഴിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെയാണല്ലോ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ സദ്യ കഴിച്ച് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നൊരു സദ്യ കഴിപ്പുണ്ടല്ലോ. അമ്മയാണെങ്കിൽ ഇവിടെ വരവേറ്റൊക്കെ വെച്ച് ഫുൾ സദ്യയൊക്കെ സെറ്റാക്കി. പിന്നെ വന്നോടെ താഴെ തന്നെ ഞങ്ങൾ ഓണക്കോടിയൊക്കെ കൊടുത്തു. തമ്പു സദ്യ കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഇത്രയായിരുന്നു ഞങ്ങളുടെ ഓണം.